إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മിലേക്ക് നിയോഗിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ അന്നുണ്ടായിരുന്ന സാമൂഹിക പശ്ചാത്തലം കാണാൻ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ആദർശങ്ങളെ കുറിച്ച് ധാരണയില്ലാത്ത ഒരു വിഭാഗമായി ജീവിക്കുന്നവരായിരുന്നു അവർ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖുർആനിൽ അവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം. അവരോട് കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ, അവരോട് വിഷയങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലുള്ള അവലംബം എന്ന് പറയുന്നത് ഞങ്ങളുടെ പിതാക്കന്മാർ കാണിച്ചു തന്നിരിക്കുന്ന മാർഗം ഏതാണ്, ആ മാർഗത്തിലാണ് നാം ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്, അതാണ് നാം പിൻപറ്റുന്നത് എന്ന് പറയുന്ന സമൂഹത്തിലേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരികയും വളരെ വൃത്തികെട്ട ജീവിതം നയിച്ചിരുന്ന പൂർവ്വപിതാക്കന്മാർ ചെയ്തിരുന്ന എല്ലാ മുസ്ലിമുകളിലും തന്റെ ജീവിതത്തിൽ കൊണ്ടു നടന്നിരുന്ന വിഭാഗത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരികയും അവരെ സംസ്കരിക്കാനും അവരുടെ വ്യാപനങ്ങൾ നൽകാൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ 23 വർഷക്കാലം ചെലവഴിക്കുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു പറഞ്ഞതായി കാണാം, വഅൻസൽനാ ഇലൈക الذِّكْرَ لِتُبَيِّنَ لِلنَّاسِ مَا نُزِّلَ إِلَيْهِمْ. പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയുടെ ജീവിത നാം പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഈ ഖുർആൻ വിശദീകരിക്കുക എന്നുള്ളതാണ് നാം ഉത്തരവാദിത്വം. അത് നാം വിശദീകരിച്ചു നൽകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ഈ ദീനിനെ ഏറ്റവും നല്ല രൂപത്തിൽ മനുഷ്യർക്ക് പരിചയപ്പെടുത്തുകയും ചെയ്തു. അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ് തുടങ്ങിയ ആശയങ്ങളിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് നൽകി. അവിടുത്തെ ജീവിതത്തിലെ അവസാന സമയങ്ങളിൽ ഹജ്ജത്തുൽ വദാഇൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ സാക്ഷിയാക്കി കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷിയാക്കി ജനങ്ങളോട് ചോദിച്ചു, അലാ ഹൽ ബല്ലഗ്തു, സഹാബികളെ എന്നെ അല്ലാഹു ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം അത് ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ? സഹാബികൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ റസൂലല്ലാഹ്, പ്രവാചകരെ അങ്ങേക്ക് അല്ലാഹു ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം എന്താണ്? അത് നമുക്ക് നല്ല രൂപത്തിൽ താങ്കൾ പറഞ്ഞിട്ടുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തെ വിരലുയർത്തിക്കൊണ്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഷ്ഹദ്, അല്ലാഹുവേ ഇതിൽ പറഞ്ഞതിന് സാക്ഷിയാണ്. പ്രിയപ്പെട്ടവരെ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷക്കാലയളവിലെ ജീവിതത്തിലൂടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീൻ എന്താണെന്ന് നമുക്ക് കാണിച്ചു തന്നു. അവിടുന്ന് മരിക്കുമ്പോൾ വഫാത്താകുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, യുടെ ഹദീസിൽ കാണാം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തറക്തുകും അലൽ ബൈദാ ലൈലുഹാ കനഹാരിഹാ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിൽ നിന്ന് വിടവാങ്ങുമ്പോൾ ഇനി എങ്ങനെ ജീവിക്കണമെന്ന് പറയുന്ന, ഇനി എങ്ങനെയാണ് നാം ജീവിക്കേണ്ടത് എന്ന് ചോദിക്കുന്ന മുസ്ലിമിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരം, തറക്തുകും അലൽ മഹജ്ജത്തിൽ ബൈദാ. വ്യക്തമായ ഒരു മാർഗ്ഗമില്ല നിങ്ങളുടെ മുന്നിൽ കേട്ടുകൊണ്ടാണ് പോകുന്നത്. എന്റെ ജീവിതമിത പകർത്തിയ ഒരു വിഭാഗം സഹാബികളെ ജീവിച്ചിരിക്കുന്നു. ആ മാർഗം നിങ്ങൾക്ക് പുറകെ പിടിക്കാം. വ്യക്തമായ മാർഗം അല്ലാഹുവിന്റെ കലാമിത നിങ്ങളുടെ മുമ്പിലുണ്ട്. അതിലെ രാവുകൾ, അതിലെ പകലുകൾ, അതിലെ രാത്രികൾ പകല് പോലെ അത്രയും പ്രകാശപൂരിതമാണ്. ആളുകൾക്ക് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് മനസ്സിലാകുന്നതാണ്. അതിൽ നിന്ന് തെറ്റിപ്പോകുന്നവർ നശിച്ചവർ മാത്രമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലയളവിലൂടെ ഈ ഉമ്മത്തിന് ആവശ്യമായ എല്ലാ തിന്മകളും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സകല തിന്മകളിൽ നിന്നും
സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ വിലക്കി സഹാബത്ത് പ്രവാചകനിൽ നിന്ന് മനസ്സിലാക്കുകയും അത് അവരുടെ ജീവിതത്തിൽ പാലിക്കുകയും ചെയ്തു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്ന ദീനിൽ പ്രവാചകന്റെ അവസാന സമയമായ ഇറങ്ങിയതുപോലെ ഹജ്ജത്തുൽ വദാഇ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, പ്രവാചകരെ ഇന്നേ ദിവസമില്ല ഇസ്ലാം മതം പൂർണ്ണമായിരിക്കുകയാണ്. ഇനി ആരെങ്കിലും ഇതിൽ വർദ്ധിപ്പിക്കാനില്ല, ആരെങ്കിലും ഇതിൽ നിന്ന് കുറക്കാൻ പാടില്ല. അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്ന വിധിവിലക്കുകൾ എന്താണ് അതിതാ പൂർത്തിയായിരിക്കുകയാണ്. അത് പാലിക്കുക മാത്രമാണ് മുസ്ലിമിന്റെ ഉത്തരവാദിത്വമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്താണ്, അതിനുശേഷം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്താണ്. ഈ കാലയളവിലൊന്നും ദീനിൽ ആരും പുതുതായി കൂട്ടിച്ചേർക്കുന്നില്ല, പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നിരുന്നില്ല. ആളുകളൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തറക്തുകും അലൽ മഹജ്ജത്തിൽ ബൈദാ, വ്യക്തമായ ഒരു മാർഗം നിങ്ങളുടെ മുന്നിൽ ഞാനിതാ ഉപേക്ഷിച്ചിരിക്കുകയാണ്, അത് പിന്തുടരുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം. പുതിയ മാർഗം നിങ്ങൾ ഉണ്ടാക്കേണ്ടതില്ല, പുതിയ രീതികൾ നിങ്ങൾ കൊണ്ടുവരേണ്ടതില്ല, മറിച്ച് ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ചു പോകുന്ന മാർഗം എന്താണ് എന്ന് പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യങ്ങൾ പറയുമ്പോൾ ദീനായി നിലനിർത്തിരുന്ന കാര്യം എന്താണോ അത് ജീവിതത്തിൽ പകർത്തുക എന്നത് മാത്രമാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിലും കാര്യങ്ങൾ ഈ രൂപത്തിൽ തന്നെ പോയി. ആരും ദീനിൽ പുതുതായി കാര്യങ്ങൾ കൊണ്ടുവന്നില്ല, പുതിയ വാദങ്ങൾ കൊണ്ടുവന്നിട്ടില്ല, ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ ചില ആളുകൾ കൊണ്ടുവന്നിരുമ്പോഴേക്കും മഹാന്മാരായ സഹാബികൾ അതിനെതിരെ മറുപടി പറഞ്ഞിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ സബീർ ഇബ്നു ഹസൻ എന്ന് പറയുന്ന ഒരു വ്യക്തി പുതിയ വാദങ്ങളുമായി വന്നപ്പോൾ പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിളിപ്പിക്കുകയും ശക്തമായ ശിക്ഷാ നടപടി ആ വ്യക്തിയുടെ മേൽ സ്വീകരിക്കുകയും ചെയ്തതായി ഹദീസിന്റെ കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ രണ്ട് ഖലീഫമാരുടെ മരണം കഴിഞ്ഞു ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തു. ആദ്യ കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ ഖിലാഫത്തിന്റെ പ്രാരംഭങ്ങളിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഖിലാഫത്തിന്റെ അവസാന സമയമാകുമ്പോഴേക്കും ചില പ്രശ്നങ്ങളുമായി ചില ആളുകൾ വരാൻ തുടങ്ങി. പുതിയ പുതിയ വാദങ്ങളുമായി ചില ആളുകൾ വന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ സംസാരിക്കുന്ന അവസ്ഥയെത്തി. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ചരിത്രം അറിയുന്നവർക്കറിയാം, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ ഒരു സായുധ സംഘം തയ്യാറെടുക്കുകയും അതിലൂടെ മഹാനായ ആ സഹാബി റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുകയും ചെയ്തു. അതായിരുന്നു ഖവാരിജുകളുടെ തുടക്കം. ഇസ്ലാമിലെ ഒന്നാമത്തെ വിദഅത്ത് ഇബ്നു തൈമിയ്യ റളിയല്ലാഹു പറഞ്ഞതുപോലെ ആദ്യമായി ഇസ്ലാമിൽ പുതിയ വാദം വന്നത് ഖവാരിജുകളിലൂടെയാണ്. അതിനെ തുടർന്ന് ഖവാരിജ് എന്ന് പറയുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ദേഷ്യമുള്ള ഒരു വിഭാഗം, അലി ഇബ്നു അബീ ത്വാലിബിനോട് ദേഷ്യമുള്ള ഒരു വിഭാഗമില്ല അവിടെ ഉടലെടുക്കുന്നു, അവരോട് സൗഹൃദം പുലർത്തുകയാണ്. അതിന് പകരമായി മറ്റൊരു വിഭാഗം വന്നു, ഷിയാക്കൾ. നാം ഇത് പറയാറുള്ള ഷിയാക്കളും അതുപോലെയുള്ള റാഫിദിയാക്കളും. അവർ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ അമിതമായ സ്നേഹം കാണിക്കുകയും അലി റളിയല്ലാഹു അൻഹുവാണ് റബ്ബ് എന്ന് പറയുന്ന നിലയിലേക്ക് വരെ അവരിൽ നിന്ന് കാര്യങ്ങൾ സംഭവിച്ചതായി ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ അവസാന സമയം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിൽ ഈ സമയത്താണ് പ്രിയപ്പെട്ടവരെ ഇസ്ലാമിൽ ആദ്യത്തെ വിദഅത്തായ ഖുറൂജിന്റെ വിദഅത്തും ഷിയാകളുടെ വിദഅത്തും ഉണ്ടാകുന്നത്. പലപ്പോഴും വിദഅത്തുകൾ എന്ന് പറഞ്ഞാൽ പുത്തനാചാരങ്ങൾ എന്ന് പറഞ്ഞാൽ പല ആളുകളും മനസ്സിലാക്കുന്നത് പുതിയ മനാസികൾ കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ്, പുതിയ അധികാറുകൾ കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ്, പുതിയ പുതിയ ആരാധനാ ക്രമങ്ങൾ കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ്. അത് വിദഅത്താണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ വിദഅത്ത് ചിലപ്പോൾ വാദങ്ങളായിരിക്കാം. ഖവാരിജുകളുടെ വിദഅത്ത് എന്തായിരുന്നു? അവര് പറഞ്ഞു, വൻ പാപങ്ങൾ ചെയ്യുന്നവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, കളവ് പറഞ്ഞാൽ അവൻ കാഫിറായിത്തീരും എന്ന വാദം ഖവാരിജുകൾ പറഞ്ഞു. ഭരണാധികാരികളിൽ നിന്ന് പിഴവ് സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ യുദ്ധത്തിനിറങ്ങാം, അവർക്കെതിരെ പോരാട്ടത്തിനിറങ്ങാം എന്ന അഹ്ലുസുന്നത്ത് ജമാഅത്തിന് പരിചയമില്ലാത്ത വാദം ഖവാരിജുകൾ പറഞ്ഞു. ഈ വാദം വിദഅത്താണ്, ദീനിൽ പുതിയ വാദങ്ങളാണ്. ഇത്തരത്തിലുള്ള വാദങ്ങളുമായി ഒരു വിഭാഗം ജനങ്ങൾ മുതലെടുത്തു. സഹാബത്തിന്റെ കാലത്തിലും സഹാബത്തിന്റെ കാലത്തിന്റെ അവസാനമാകുമ്പോഴേ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ എന്ന് പറയുന്ന ഭരണാധികാരിയുടെ കീഴിൽ അമവി ഭരണകൂടം നിലനിൽക്കുന്ന സമയം പുതിയ വിദഅത്തുകൾ കൂടി വന്നു. മുർജിയാക്കളും ഖദരിയാക്കളും. ഖദരിയാക്കൾ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പണ്ടു തന്നെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്, അതിനെ തുടർന്നാണ് ഭൂമിയിൽ എന്തും സംഭവിക്കുന്നത് എന്ന് പറയുന്നതിനെ നിഷേധിക്കുന്നവർ, അള്ളാഹുവിന്റെ ഖദറിനെ നിഷേധിക്കുന്ന ഒരു വിഭാഗം വന്നു, ഖദരിയാക്കൾ.
ഇങ്ങനെ സഹാബത്തിന്റെ അവസാന സമയത്തെ നോക്കിയാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെയും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെയും ഖിലാഫത്ത്, അതിനുശേഷമുള്ള സഹാബത്തിന്റെ ജീവിത കാലഘട്ടം അതിൽ നോക്കിയാൽ പ്രിയപ്പെട്ടവരെ ഈ 4 വിദഅത്തുകളും അന്ന് ഉടലെടുത്തതായി നമുക്ക് കാണാം. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വിദഅത്തുകൾ കേൾക്കുമ്പോൾ പുതിയ സലാത്തുകൾ മാത്രമല്ല, പുതിയ അസ്കാറുകൾ മാത്രമല്ല, നാം ഈ കാണുന്ന വിചാരദോഷ പരിപാടികൾ മാത്രമല്ല, ദീനിൽ പുതുതായി ഒരു മാറ്റം കൊണ്ടുവരികയും അത് ദീനിന്റെ ഭാഗമാണെന്ന് ഒറ്റൻ ബാധിക്കുകയും ചെയ്താൽ അത് വിദഅത്തിന്റെ ഭാഗമാണ്. അതാണ് ഖവാരിജുകളിൽ നിന്ന് സംഭവിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഇതാ പുതിയ പുതിയ വിദഅത്തുകൾ വരുമ്പോൾ, പുതിയ പുതിയ വാദങ്ങളുമായി ചിലകൾ വരുമ്പോൾ സഹാബികൾ അവിടെ പ്രതിരോധം തീർന്നു. അവർക്കെതിരെ സഹാബികൾ സംസാരിച്ചു. ബസ്റയിൽ, ഇറാഖിന്റെ ഭാഗത്തായ ബസ്റയിൽ വെച്ച ചില ആളുകൾ അള്ളാഹുവിന്റെ ഖദർ നിശ്ചയിച്ചത് മദീനയിലുള്ള അല്ലെങ്കിൽ മക്കയിലുള്ള മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ഇബ്നു ഉമർ പറഞ്ഞു, അവരോട് പറഞ്ഞില്ല, ഫൈദാ ലഖീത ഉലായി ഫഅഖ്ബിറുഹും അന്നി ബരീഉ മിൻഹും, അതിനെ നിഷേധിക്കുന്നവരെ കണ്ടാൽ അവരോട് നിങ്ങൾ പറഞ്ഞുകൊള്ളുക, ഇബ്നു ഉമറിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബി അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവരുമായി യാതൊരു ബന്ധവുമില്ല, വഅന്നഹും ഖുറാനാഉ മിന്നി, അവർ ഞാനുമായി ബന്ധമില്ലാത്തവരാണ്. എന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞാൻ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളല്ല അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ വിദഅത്തിന്റെ ആളുകളോട് ഞാനിത് അവർക്ക് നിഷേധിക്കുന്നു എന്ന് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ദീനിന്റെ വിഷയത്തിൽ പുതിയ വാദങ്ങളുമായി കടന്നു വരുന്ന ആളുകൾ അവരെ സൂക്ഷിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ ഉത്തരവാദിത്തമാണ്. പുതിയ വാദങ്ങൾ കൊണ്ടുവന്ന് ഇത് ദീനിന്റെ ഭാഗമാണെന്ന് പറയുന്നു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മുസ്ലിം ഭരണകൂടങ്ങളിലെ ഭരണാധികാരികൾക്ക് പരസ്യമായി സംസാരിക്കുകയും പരസ്യമായി അവർക്കെതിരെ ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് ദീനിലുള്ളതല്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതാണ്. അത് ചെയ്യുകയും അതാണ് ദീൻ പഠിപ്പിക്കുന്നത് ചെയ്യുന്നത് എന്നൊരാൾ പറഞ്ഞാൽ അത് വിദഅത്തിന്റെ വാദമാണ്. അത് സഹാബികളുടെ കാലഘട്ടം മുതൽ എതിർക്കപ്പെടുന്ന വാദമാണ്. അങ്ങനെയുള്ള വിദഅത്തിന്റെ വാദങ്ങളെ സലഫുകൾ ശക്തമായി എതിർക്കും. അബൂൽ ജൗസ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, لأن تجاورني القردة والخنازير في ذلك أحب إلي من أن يجاورني رجل من أهل الأهواء. വിദഅത്തിന്റെ ആളുകളുടെ കൂടെ ഇരിക്കുന്നതിനേക്കാളും ഇഷ്ടം പന്നികളുടെ കൂടെയും കുരങ്ങന്മാരുടെ കൂടെയും ഇരിക്കുന്നതാണ് എന്ന് അബൂൽ ജൗസ റഹിമഹുല്ലാഹ് മഹാനായ താബിഈ പണ്ഡിതൻ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ദീനിൽ പുതിയ ആചാരങ്ങൾ കൊണ്ടുവരിക എന്ന് പറയുന്നു. സംസാരങ്ങളാകട്ടെ, അനുഷ്ഠാനങ്ങളാകട്ടെ, ഇബാദത്തുകളാകട്ടെ, വാദങ്ങളാകട്ടെ, അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കാത്ത ഒരു വാദം ഒരുവൻ ഇന്ന് കൊണ്ടുവന്നാൽ അത് നമുക്ക് ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല. ശക്തമായ നിലപാടുകൾ സഹാബികൾ ആ വിഷയത്തിൽ എടുത്തു. എല്ലാ ജുമുഅ ഖുതുബയുടെ മുമ്പിലും ഇമാം മിമ്പറിൽ കയറി കഴിഞ്ഞാൽ ഇമാം പറയുന്ന വാക്കുകളുണ്ട്. നിങ്ങളൊക്കെ ഒരു പക്ഷേ കേട്ട് കാണാതെ പഠിച്ചിരിക്കുന്ന വാക്കായിരിക്കാം. വകുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും വഴികേടാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ഖുതുബകളിലും പറയാറുണ്ട് എന്ന് ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ വിട്ടേച്ചു പോകുമ്പോൾ അവിടുന്ന് പഠിപ്പിച്ചിരിക്കുന്ന കാര്യമെന്താണോ അതിനപ്പുറത്തേക്ക് പ്രവാചകനും സഹാബത്തും പരിചയമില്ലാത്തൊരു കാര്യം ഈ 4 കൊണ്ടുവന്നാലും അത് സ്വീകരിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്തതാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വെള്ളിയാഴ്ചകളിലും മിമ്പറിൽ നിന്ന് ജനങ്ങളോട് പറയും, വകുല്ലു ബിദ്അത്തിൻ ളലാല, ജനങ്ങളെ ഈ പുതിയ പുതിയ ബിദ്അത്തുകൾ, ഈ വാദങ്ങൾ, ബിദ്അത്തിന്റെ ആശയങ്ങൾ അത് ളലാലത്താണ്. ചില റിവായത്തുകളിൽ കാണാം വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, ഈ വലാലത്തുകൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് അവനെ നരകത്തിലേക്ക് എത്തിക്കുന്നതാണ്. ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ ആത്മീയ സദസ്സുകൾ, മജ്ലിസുൽ നൂർ എന്ന പേരിൽ ചില ഫലാത്തിന്റെ മജ്ലിസുകൾ, നബിദിനാഘോഷ പരിപാടികളില്ല ഇവിടെ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. സഹോദരങ്ങളെ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു സഹാബിയോട് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടോ എന്റെ പേരിൽ ആഘോഷം നടത്താൻ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം 100 വർഷങ്ങളോളം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ ജീവിച്ചിരുന്നു. അവസാന സഹാബി മരിക്കുന്നത് ഹിജ്റ 30 അബൂ സുഹൈൽ റളിയല്ലാഹു അൻഹു. ഒരു സഹാബിയുടെ ചരിത്രത്തിൽ പ്രവാചകനെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്ന സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ തന്റെ കാലിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിൽ മുള്ളു തറക്കുന്നതിനേക്കാളും ഇഷ്ടം എന്റെ ജീവിതത്തിൽ ആരാണ് എന്ന് പറഞ്ഞിരിക്കുന്ന മഹാന്മാരായ സഹാബികൾ. ഉഹദിന്റെ
യുദ്ധഭൂമിയിൽ ശരീരത്തിലേക്ക് വരുന്ന അമ്പുകൾ സ്വന്തം ശരീരം കൊണ്ട് ഏറ്റുവാങ്ങിയിരുന്ന സഹാബികൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ എല്ലാം ചെലവഴിക്കാൻ വേണ്ടി തയ്യാറായവർ സദഖ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ വീട്ടിലുള്ള സമ്പാദ്യം ഒരു രൂപ പോലും ബാക്കി വെക്കാതെ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് പ്രവാചകരെ എന്റെ വീട്ടുകാർക്ക് അള്ളാഹുവും റസൂലും മതി എന്ന് പറഞ്ഞ സഹാബികൾ റളിയല്ലാഹു അൻഹും അവരിൽ ഒരാൾ പോലും നബിദിനാഘോഷം ആഘോഷിച്ചതായി നമുക്ക് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പുതിയ പുതിയ വാദങ്ങളുമായി ആളുകൾ വരുമ്പോൾ, പുതിയ പുതിയ സംസാരങ്ങളുമായി ആളുകൾ വരുമ്പോൾ, ഇത് ദീനിന്റെ ഭാഗമാണെന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി താക്കീത് ചെയ്തിരിക്കുന്ന ബിദ്അത്തിലാണ് നാം അകപ്പെട്ടു പോകുന്നത് എന്നതിന്റെ ഗൗരവം നാം മനസ്സിലാക്കുക. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി ബിദ്അത്തിനെ തൊട്ട് താക്കീത് ചെയ്തു. ദീനിൽ ഇന്നൊരു വ്യക്തി വന്നുകൊണ്ട്, എന്റെ സഹോദരങ്ങൾ ശ്രദ്ധിക്കുക, ഇന്നൊരു വ്യക്തി വന്നുകൊണ്ട് പറയാം ഇന്ന കാര്യം ദീന, ഇന്ന ദിക്ർ നമ്മൾ ചെല്ലണം, സ്വലാത്തുൽ ഫാത്തിഹ എന്ന് പറയുന്ന സ്വലാത്തുണ്ട്, അത് നിങ്ങൾ പതിവാക്കിയാൽ നിങ്ങളുടെ പ്രയാസത്തിൽ നീങ്ങുമെന്ന് ഒരാൾ പറഞ്ഞാൽ എന്താണ് ഇതിന്റെ അർത്ഥം? ദീനിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന ഒരാൾ നിങ്ങളോട് പറയുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല ഹജ്ജാജ് റാത്തീബ് എന്ന് പറയുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല മങ്കൂസ് മൗലൂദ് ചെല്ലണമെന്ന് പറയുന്നു. ആര് പഠിപ്പിച്ചതാണ്? പൊന്നാണിയൊക്കെ കിട്ടാക്കപ്പെട്ടിരിക്കുന്ന ഈ കവിതകൾ, മൗലൂദുകൾ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ റസൂലോ സഹാബികളോ ഒരാളും തന്നെ പഠിപ്പിച്ചതായി ചരിത്ര രേഖകൾ കൊണ്ടോ ഹദീസുകൾ കൊണ്ടോ ഒരാൾക്കും സ്ഥാപിക്കാൻ സാധ്യമല്ല. അവരാരും ചെയ്തിട്ടില്ല എന്ന് ഇത് പാടുന്നവർ തന്നെയും സമ്മതിക്കുകയും ചെയ്യുന്നു. സൂറത്തുൽ ശൂറയിൽ അല്ലാഹു പറയുന്നത് പോലെ അള്ളാഹുവിന്റെ ദീനിൽ, ഇത് അള്ളാഹുവിന്റെ ദീനാണ്. ഈ ദീനിൽ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ, പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കാൻ ആർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുമതി നൽകിയിട്ടുള്ളത്? അതിന് മാത്രം കഴിവുള്ള ആരാണുള്ളത്? അള്ളാഹുവിന്റെ ദീനിൽ പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരിക എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് വിദ്യാർത്ഥികൾ ചെയ്തത് ദീനിൽ പുതിയ വാദങ്ങൾ കടന്നു വരുമ്പോൾ അതിന്റെ ശ്രദ്ധിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ ഉത്തരവാദിത്വമാണ്. എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾക്കെതിരെ ഇത്രയും ശക്തമായി പറയണമെന്ന് പറയുന്നത്? ഒന്നാമത്തെ കാര്യം, വിദ്യാർത്ഥികൾ ആളുകൾ പ്രഥമ ദൃഷ്ടിയാൽ നോക്കുമ്പോൾ അത് നല്ലതായിട്ട് തോന്നും, നല്ലതായിട്ട് തോന്നും. ചില ആളുകൾ പറയുന്നത് കേൾക്കാറില്ലേ, മൗലിക ആഘോഷമല്ലേ, നബിയോടുള്ള സ്നേഹമല്ലേ, മദ്ഹബാണല്ലേ എന്ന് പറഞ്ഞതിനെ ആഘോഷിക്കുന്നവർ, വിക്രമല്ലേ, ഫലാത്തല്ലേ, ചെല്ലിയാൽ എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുന്ന ആളുകൾ, ഈ രൂപത്തിൽ ആളുകൾക്ക് പ്രഥമ ദൃഷ്ടിയാൽ അത് കാണുമ്പോൾ അത് നല്ലതല്ലേ എന്നൊരു തോന്നലുണ്ടാകും. പക്ഷേ നമുക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. ഇമാം ദാരിമി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സുനനിൽ ബഹ്ശൽ താരീഖ് വാഖിദിൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവം കാണാം. എന്റെ സഹോദരങ്ങൾ, ഈ ഒരു സംഭവം പഠിച്ചു വെക്കണം, മനസ്സിലാക്കണം. വിദ്യാർത്ഥികളുടെ അടിവേരുകൾ അടക്കണം. അള്ളാഹുവിന്റെ ദീനിൽ പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്നവർക്ക് വേണ്ടി അവർക്കെതിരെ പ്രതിരോധം തീർക്കണം. ഒരിക്കൽ അംർ ബിൻ സലമത്തുൽ ഹംദാനി റഹിമഹുല്ലാഹ് പറയുകയാണ്, ഞങ്ങൾ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിന്റെ വീടിന്റെ മുൻവശത്തിരിക്കുകയായി. അദ്ദേഹത്തിന്റെ വീട്ടിന്റെ പുറത്ത് അദ്ദേഹം പുറത്തിറങ്ങി വരുന്നത് കാത്തിരിക്കുകയാണ്. എതിർക്കാരത്തിന്റെ സമയം ഞങ്ങൾ ഇരിക്കുമ്പോൾ മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹം അവർ ചോദിച്ചു, അബ്ദുറഹ്മാൻ ഇബ്നു മസ്ഊദ് വീട്ടിൽ നിന്ന് ഇറങ്ങിയോ? ആളുകൾ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം അവിടെ കാത്തിരുന്നു. ഏതാനും സമയം കഴിഞ്ഞു. അബ്ദുറഹ്മാൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പുറത്തേക്ക് ഇറങ്ങി വന്നു. ഇബ്നു മസ്ഊദിനോട് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി റഅയ്തു ഫിൽ മസ്ജിദി ആലിഫൻ അംറൻ അൻകർതു. ഇബ്നു മസ്ഊദ്, ഇപ്പോൾ മസ്ജിദിൽ ഞാൻ കടന്നു വരുന്ന വഴിയിൽ ചില ആളുകളെ കണ്ടു, ചില കാര്യങ്ങൾ കണ്ടു. എനിക്കത് പുതിയ കാര്യമായി തോന്നി, അത് എതിർക്കാൻ എനിക്ക് തോന്നി. ബാഹ്യമായി കാണുമ്പോൾ എനിക്ക് ഖൈറാണ് തോന്നിയത്. എന്താണ് അവർ കണ്ടത്? ഇബ്നു മസ്ഊദ് ചോദിച്ചു, എന്താണ് താങ്കൾ കണ്ടത്? അദ്ദേഹം പറഞ്ഞു, റഅയ്തു ഫിൽ മസ്ജിദി ഖൗമൻ ഹലഖ ജുലൂസൻ യൻതദിറൂന അസ്സലാഹ്. എന്റെ സഹോദരങ്ങൾ, പ്രിയപ്പെട്ട മുസ്ലിമീങ്ങൾ, ശ്രദ്ധിക്കണം. ഇബ്നു മസ്ഊദിനോട് അബൂ മൂസ റളിയല്ലാഹു അൻഹു പറയാം, ചില ആളുകൾ മസ്ജിദിൽ ഇരിക്കും, അവരെന്താണ് ചെയ്യുന്നത്? യൻതദിറൂന അസ്സലാഹ്, വെറും വർത്തമാനം പറഞ്ഞിരിക്കാനല്ല, നിസ്കാരം പ്രതീക്ഷിച്ച് മസ്ജിദിൽ ഇരിക്കുന്ന ഒരു വിഭാഗം. ഫീ കുല്ലി ഹിഖ്ഖത്തിൻ റജുൽ വഫീ ഐദീഹി ഹസ. ഓരോരോ ഹൽഖകളിലും ഓരോരോ ഭാഗത്ത് പുറത്താണ് ഇതിനെ കുടിയിരിക്കുകയാണ്. ഓരോ ഹൽഖയിലും അതിന്റെ പ്രധാനപ്പെട്ട നേതൃത്വം നൽകുന്ന ഒരു വ്യക്തിയുണ്ട്. അവരുടെ കൈകളിൽ ഏതാനും ചില കല്ലുകളുമുണ്ട്. ആ വ്യക്തി, ആ സദസ്സിലുള്ള ഓരോരോ സദസ്സിലുമുള്ള പ്രധാനപ്പെട്ട വ്യക്തി പറയുന്നു, 100 തവണ അല്ലാഹു അക്ബർ എന്ന് പറയുക.
സദസ്സിലുള്ള ബാക്കിയുള്ളവരൊക്കെ അല്ലാഹു അക്ബർ എന്ന് 100 തവണ ചൊല്ലും. ഫയഖൂലു, ഈ വ്യക്തി പറയും, ഹല്ലിലു മിഅ, 100 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാം. ഫയുഹല്ലിലൂന മിഅ, ഇത് കേട്ട ആളുകൾ പിന്നെ 100 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. പിന്നീട് വ്യക്തി ആവശ്യപ്പെടുന്നത് സബ്ബിഹു മിഅ, 100 തവണ സുബ്ഹാനല്ലാഹ് പറയാം. അങ്ങനെ ആളുകൾ 100 തവണ സുബ്ഹാനല്ലാഹ് പറയും. എന്താണ് ആ സദസ്സ്? നമ്മൾ സങ്കല്പിച്ചു നോക്കിയാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി ഏതാനും വർഷങ്ങൾക്കിപ്പുറം മസ്ജിദിൽ ചില ആളുകൾ ഇരിക്കുന്നു. വർത്തമാനങ്ങൾ പറയാനല്ല, സമയം കളയാനല്ല, നിസ്കാരം സാധിക്കുന്നവർ അവർ ചെയ്യുന്നത് എന്താണ്? സദസ്സിലുള്ള ഒരാൾ പറയുന്നു 100 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാം, 100 തവണ അല്ലാഹു അക്ബർ പറയാം. ഒരാൾ പറയുന്നു, ബാക്കിയുള്ളവർ ഏറ്റു പറയും 100 തവണ. നമ്മളിത് കൂട്ടമായി ദിക്ർ ഹൽഖ നടക്കുന്നത് പോലെ ഒരു ഹൽഖ ആ മസ്ജിദിൽ വെച്ച് നടക്കുകയാണ്. എന്താ സംഭവിച്ചത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മസ്ജിദിലേക്ക് വന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, ഇബ്നു മസ്ഊദ് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അവര് പറഞ്ഞു, ഞങ്ങളിതാ അദ്കാറുകൾ ചെല്ലുകയാണ്. വൃത്തികേടുകൾ പറയുന്നില്ല, വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുന്നില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു, സുബ്ഹാനല്ലാഹ് പറയുന്നു, അല്ലാഹു അക്ബർ പറയുന്നു. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇന്നത്തെ ഏതെങ്കിലും വ്യക്തിയല്ല, മഹാനായ സഹാബി, അദ്ദേഹം പറഞ്ഞു അവരോട്, വൈഹക്കും യാ ഉമ്മത മുഹമ്മദ്, മാ അസ്റഅ ഹദതകും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹമേ, നിങ്ങൾക്ക് നാശം എത്ര പെട്ടെന്നാണ് നിങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രവാചകന്റെ സഹാബികളിൽ ജീവിച്ചിരിക്കുകയാണ്, അവർ മരണപ്പെട്ടിട്ടില്ല, ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട്, അബൂമൂസ ജീവിച്ചിരിക്കുകയാണ്, ഇങ്ങനെ അനേകം സഹാബികൾ ജീവിച്ചിരിക്കുകയാണ്. അവിടുത്തെ ജീവിതകാലം ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ നശിച്ചു പോയിട്ടില്ല, അതവിടെ ബാക്കിയാണ്. അവിടുന്ന് ഉപയോഗിച്ചിരിക്കുന്ന പാത്രങ്ങൾ അത് പൊട്ടിയിട്ടില്ല, അതൊക്കെ അവിടെ ബാക്കിയായിരിക്കുകയാണ്. അല്ലാഹുവിൽ തന്നെയാണ് സത്യം. ദിക്റുകൾ ചെല്ലാൻ വേണ്ടി മസ്ജിദിൽ കൂടിയിരുന്നവരോട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, വല്ലദീ നഫ്സി ബിയദി, അല്ലാഹുവിൽ തന്നെയാണ് സത്യം. ഇന്നകും ലഅലാ മില്ലത്തിൻ ഹിയ അഹ്ദാ മിൻ മില്ലത്തി മുഹമ്മദ്. ഒന്നുകിൽ നിങ്ങളുടെ മതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്ന മതത്തെക്കാളും നല്ല മതം നിങ്ങൾക്കറിയാവുന്നതാണ്. ഔ മുസ്തഖിഫുകാബിൽ വലാൽ, അതല്ലെങ്കിൽ പുതിയൊരു വഴികേട് നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കുകയാണ്. ഇബ്നു മസ്ഊദ് അവരോട് പറഞ്ഞ വാക്കുകളാണ്, ഒന്നുകിൽ നിങ്ങൾ വാദിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും നല്ല കാര്യങ്ങൾ നിങ്ങൾക്കറിയാമെന്നാണ്, അതല്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ദീനിൽ നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരികയാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു. അവരുടെ മറുപടി ഇന്ന് ചില ആളുകൾ പറയുന്നത് പോലെ ഇബ്നു മസ്ഊദിനോട് അവരോട് മറുപടി, യാ അബാ അബ്ദുറഹ്മാൻ, ഇബ്നു മസ്ഊദേ, മാ അറദ്നാ ഇല്ലൽ ഖൈർ, നന്മ ഉദ്ദേശിച്ചുകൊണ്ടല്ലാതെ മസ്ജിദിൽ നമ്മൾ ഇരുന്നിട്ടില്ല. നന്മ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം, വൃത്തികേടുകൾ പറയാനല്ല, നമ്മുടെ ഇവിടെ കൂടിയിട്ട് വേണ്ടാത്ത സംസാരങ്ങളല്ല, പാട്ട് കേൾക്കുകയല്ല, ഹറാമ് ചെയ്യുകയല്ല, അദ്കാറുകൾ ചെയ്യുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, കം മിൻ മുരീദിൻ ലിൽ ഖൈരി ലൻ യുസീബ, എത്ര ആളുകൾ നന്മ ഉദ്ദേശിക്കുന്നു, പക്ഷെ ആ നന്മയല്ല അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ തിന്മകളാണ് എത്തേണ്ടത് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞ് അവരെ മസ്ജിദിൽ നിന്ന് ഇറക്കി വെച്ചതായി ആചാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അദ്കാറുകൾ ചെല്ലുന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതാണ്. പക്ഷേ കൂട്ടമായി ഇരുന്ന് ഒരാൾ പറഞ്ഞ് ബാക്കിയുള്ളവർ ഏറ്റു പറഞ്ഞ് 100 തവണ സുബ്ഹാനല്ലാഹ്, 100 തവണ അൽഹംദുലില്ലാഹ് എന്ന് കൂട്ടമായി പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഇബ്നു മസ്ഊദ് പറഞ്ഞു, ഒന്നുകിൽ നിങ്ങൾ പറയുന്നതിന്റെ അർത്ഥം സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും നന്മ ചെയ്യുന്നവരാണ് നിങ്ങൾ എന്നുള്ളതാണ്, സഹാബത്തിനേക്കാളും നിങ്ങൾക്കാണ് ദീൻ അറിയുക എന്നുള്ളതാണ്, അതല്ലെങ്കിൽ അല്ലാഹുവിന്റെ ദീനിൽ നിങ്ങൾ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നവരാണ് എന്ന് പറഞ്ഞ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരെ ആക്ഷേപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നബിദിനാഘോഷം കടന്നു വരുമ്പോൾ അത് ആഘോഷിക്കുന്നവരോട് നിങ്ങൾ ചോദിക്കും, അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ ജീവിത കാലഘട്ടത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ആഘോഷിക്കുന്നവർ എന്ന് ഉപദേശം നൽകിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഏതെങ്കിലും ഒരു സഹാബി അവിടുത്തെ വഫാത്തിന്റെ ശേഷം 100 വർഷത്തിൽ ഒരു തവണ പോലും ആഘോഷിച്ചതായി കാണുക സാധ്യമല്ല. പിന്നെ എങ്ങനെയാണ് ഈ ഒരു കാര്യം ദീനാണെന്ന് പറയുക? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, ബിദ്അത്തിന്റെ ഗൗരവം നാം മനസ്സിലാക്കണം. ഇമാം സുഫ്യാൻ അസ്-സൗരി റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, അൽ ബിദ്അതു അഹബ്ബു ഇലാ ഇബ്ലീസ് മിനൽ മഅസിയ, പിശാചിനെ സംബന്ധിച്ചിടത്തോളം പാപങ്ങളെക്കാൾ പിശാചിന് ഇഷ്ടം ബിദ്അത്തുകൾ ചെയ്യുന്നവരെയാണ്. ബിദ്അത്തുകളെയാണ്.
എന്താണ് കാരണം? പാപം ചെയ്യുന്നവൻ അതിൽ നിന്ന് തൗബ ചെയ്യും. ഒരുവൻ കളവ് പറഞ്ഞാൽ അവൻ അറിയാം ഇതൊരു തെറ്റാണ്, അവൻ തൗബ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. വ്യഭിചരിച്ചു കഴിഞ്ഞാൽ അവൻ അറിയാം ഇത് പാപമാണ്, അവൻ അതിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ വിദ്യാർത്ഥികൾ ചെയ്യുന്നവൻ അവന്റെ ധാരണ എന്താണ്? അവൻ ചെയ്യുന്നത് എന്തോ ഒരു വലിയ നന്മയാണ്, അതിൽ നിന്ന് അവൻ പിന്മാറുകയില്ല. അതുകൊണ്ട് തന്നെ പിശാചിന് അതാണ് ഏറ്റവും ഇഷ്ടമെന്ന് സുഫിയാൻ അസ്-സൗരി റഹിമഹുല്ലാഹ് പറഞ്ഞതായി ഇവൻ ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ പുതിയ പുതിയ ദിക്റുകൾ കൊണ്ടുവരുന്നവർ, പുതിയ പുതിയ പരിപാടികൾ കൊണ്ടുവരുന്നവർ, പ്രിയപ്പെട്ടവരെ, അവർ വാഗ്ദാനം പറയുന്നതെങ്കിലും അതിന്റെ അർത്ഥമെന്താണ്? ഇന്ന് സ്വലാത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞ പുതിയ സ്വലാത്ത് മജ്ലിസുൻ നൂറും നൂറെ ഹബീബും നമ്മുടെ നാടുകളിൽ യൂട്യൂബുകളിൽ മറ്റും വലിയ വലിയ പരിപാടികൾ നടത്തുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അവർ വാർത്തകൾ പറയുന്നില്ലെങ്കിലും അവരുടെ പ്രവർത്തനം പഠിപ്പിച്ചതെല്ലാം വ്യക്തമാകും. പഠിപ്പിക്കാത്ത ഒരു ദിക്ർ ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. സഹാബികൾക്ക് അത് അറിയില്ലായിരുന്നു. സഹാബികൾക്ക് അറിയാത്തൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് അതിന്റെ പിന്നിൽ എങ്ങനെയാണ് മുസ്ലിം ഉമ്മത്തിന് പോകാൻ സാധിക്കുക? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിദ്യാർത്ഥികൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കാൻ, അതിൽ നിന്ന് മാറി നിൽക്കാൻ നാം എപ്പോഴും ശ്രമിക്കണം. അബൂ ഇദ്രീസ് അൽ-ഖൗലാനി റഹിമഹുല്ലാഹ് പറഞ്ഞതായി ഇബ്നു അല്ലാഹിന്റെ ബിദ്അത്താണ് വമാ അഹ്ദസത് ഉമ്മത്തുൻ ഫീ ദീനിഹാ ബിദ്അതൻ ഇല്ലാ റഫഅ അല്ലാഹു ബിഹാ അൻഹും സുന്നah. ഈ ഉമ്മത്തിൽ ആരെങ്കിലും ഒരു ബിദ്അത്ത് കൊണ്ടുവന്നാൽ പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പകരമായി ഉമ്മത്തിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ മാറ്റുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുകളെ ഇല്ലാതാക്കുന്ന ബിദ്അത്തുകളെ നാം വളരെ ശക്തമായി എതിർക്കണം. അതിന്റെ ഭാഗമാകാൻ ഒരിക്കലും ഒരു മുസ്ലിമിന്റെ പാടുള്ളതല്ല. ഇന്ന് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം കള്ളുപിടിക്കുന്നവരെ അകറ്റും, ഹറാമ് ചെയ്യുന്നവരെ അകറ്റും, വൃത്തികേടുകൾ ചെയ്യുന്നവരെ അകറ്റും, അള്ളാഹു അല്ലാത്തവരെ സഹായം ചോദിക്കുന്നവർ, അള്ളാഹു അല്ലാത്തവരെ സഹായം നടത്തുന്നവർ അവരുമായി നല്ല ബന്ധം സ്ഥാപിക്കും. അള്ളാഹുവിന്റെ ദീനിൽ സുന്നിയായ അള്ളാഹുവിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു മുസ്ലിം, നല്ല മുസ്ലിം, അവൻ പാപം ചെയ്താൽ, അവൻ വൃത്തികേടുകൾ ചെയ്താൽ അവനാണ് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെക്കാൾ, വിചാരങ്ങൾ ചെയ്യുന്നവരെക്കാൾ അള്ളാഹുവിന്റെ ദീനിൽ മെച്ചപ്പെട്ടവൻ ആ ഹറാമുകൾ ചെയ്യുന്നവനാണ്. കാരണം വിചാരത്തിന്റെ കഠിനത എന്ന് പറയുന്നത് അത്രയും ഗുരുതരമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആളുകൾ ചുവരെഴുമ്പോൾ ഈ ഹറാമുകൾ ചെയ്തു കൂട്ടുന്നവരെ, ഈ വിചാരങ്ങൾ ചെയ്തു കൂട്ടുന്നവരെ, അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന, ലഭിതാഘോഷങ്ങൾ നടത്തുന്ന, ദീനിൽ പുതിയ പുതിയ സലാത്തുകൾ കൊണ്ടുവരുന്ന, പുതിയ പുതിയ അധികാരങ്ങൾ കൊണ്ടുവരുന്ന ആളുകളെ ശക്തമായി നാം സൂക്ഷിക്കുക. അവരുടെ മാർഗത്തിൽ ഒരിക്കലും അകപ്പെടാതിരിക്കാൻ നാം ശ്രമിക്കുകയും ചെയ്യുക. വിദ്യാർത്ഥികളെ കുറിച്ച് നാം പറയുമ്പോൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ, ചില ആളുകൾ ഇന്ന് വിദ്യാർത്ഥികളെ എതിർത്താൽ, ദീനിൽ പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നതിനെ എതിർത്താൽ അവരെന്ത് പറയും? അവർ പറയും, അങ്ങനെയാണെങ്കിൽ ഇന്ന് കാറ് യൂസ് ചെയ്യാൻ പറ്റുമോ, ഇത് മൈക്ക് ഉപയോഗിക്കാൻ പറ്റുമോ, ഇതൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ബിദ്അത്തിന്റെ മാനദണ്ഡമെന്താണ്? അള്ളാഹു പറയുന്നത് പോലെ സൂറത്ത് ശൂറയിൽ അം ലഹും ശുറകാ ശറഉ ലഹും മിനദ് ദീൻ, ദീനിൽ പുതുതായി കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിനാണ് ബിദ്അത്ത് എന്ന് പറയുക. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ കാണാം, മൻ അഹ്ദസ, ആരെങ്കിലും നിർമ്മിച്ചാൽ, ഫീ ദീനിന, നമ്മുടെ ഈ ദീനിൽ, ആ ദീനിൽപ്പെടാത്ത ഒരു കാര്യം ആരെങ്കിലും ഉണ്ടാക്കിയാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ദീനിൽ ഒരാൾ പുതിയ കാര്യം ഉണ്ടാക്കുന്നതിനാണ് ബിദ്അത്ത് എന്ന് പറയുക എന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വ്യക്തമാണ്. ഒരു വ്യക്തി കാർ ഉപയോഗിക്കുമ്പോൾ അയാൾ പറയാം, ഇത് തന്നെ ഇബാദത്താണെന്ന് പറഞ്ഞത് ഇത് ബിദ്അത്താണ്. കാർ ഉപയോഗിക്കുന്നത് ഇബാദത്താണ് എന്നൊരാൾ പറഞ്ഞാൽ അത് ബിദ്അത്താണ്. ആരും അങ്ങനെ പറയുന്നില്ല. കാറുകൾ ആരും മറ്റൊരാൾ ഉപയോഗിക്കുന്നത്, പക്ഷേ എതിന്റെ ആഘോഷം നടത്തുന്നവർ പറയുന്നത് ഇത് അല്ലാഹുവിന്റെ ദീനിൽപ്പെട്ടതാണെന്നാണ്. അതുകൊണ്ട് തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലില്ലാത്ത ഒരു കാര്യം, സഹാബത്തിന്റെ പരിചയമില്ലാത്ത ഒരു കാര്യം ഇന്നൊരാൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അത് തള്ളപ്പെടേണ്ടതാണ്. അഹ്ലുസുന്നയുടെ ഉലമാക്കൾ അംഗീകരിച്ച കാര്യമാണ്. അൽ അസ്ലു ഫിൽ ഇബാദാത്തി തഖ്ദീം, ഇബാദത്തുകളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഖുർആനിലും സുന്നത്തിലും വന്നതനുസരിച്ച് മാത്രമാണ് നമുക്ക് പ്രവർത്തിക്കാൻ അനുവാദമുള്ളത്. രണ്ടാമത്തെ കാര്യം നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ടത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിശാചിനെ സംബന്ധിച്ചിടത്തോളം ബിദ്അത്തുകളാണ് പിശാചിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. ഒരു വ്യക്തി മദ്യപിക്കുന്നതിനേക്കാൾ, ഒരു വ്യക്തി വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഒരു വ്യക്തി മോഷ്ടിക്കുന്നതിനേക്കാൾ
ഗുണങ്ങളെക്കാൾ പിശാചിന് ഇഷ്ടം ഈ വിദ്യാർത്ഥികൾ ഒരുവൻ ചെയ്യുക എന്നുള്ളതാണ്. കാരണം വിദ്യാർത്ഥികൾ ചെയ്യുന്നവന് പിശാച് പ്രത്യേകിച്ച് പണിയെടുക്കേണ്ട കാര്യമില്ല. അവൻ ചെയ്യുന്നത് തിന്മയാണെന്ന് മനസ്സിലാക്കി അവൻ പിന്മാറാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ തെറ്റുകൾ ചെയ്യുന്നവർക്കറിയാം ഞാൻ ഈ ചെയ്യുന്നത് പാപമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിദ്യാർത്ഥികളെ വളരെ വ്യക്തമായി നാം മനസ്സിലാക്കുക. ചെയ്യാത്ത ഒരു കാര്യം, സഹാബികൾ ചെയ്യാത്ത ഒരു കാര്യം ദീനാണെന്ന് പറഞ്ഞ് ഒരുവൻ നിങ്ങളെ സമീപിച്ചാൽ അതൊരിക്കലും നാം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ പാടില്ല. വേറെ ചില ആളുകൾ പറയുന്നതെന്ന് നിബിധനാഘോഷം വിചാരിച്ച, പക്ഷെ നല്ല വിചാരിച്ച പറഞ്ഞ ഹദീസ് നേരത്തെ നമ്മൾ പറഞ്ഞു. ഖുതുബയുടെ തുടക്കത്തിൽ അവിടുന്ന് പറയാറുണ്ട്, കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും വഴികേടിലാണ്. ആരാ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നൊരാൾ വന്നിട്ട് പറയുന്നു അല്ല, നല്ല ബിദ്അത്തുകളുമുണ്ട്, നല്ല ബിദ്അത്തുകളുമുണ്ട്. ഇതിനവർ തെളിവ് പറയും. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ആളുകൾ തറാവീഹ് നിസ്കരിക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു മസ്ജിദിൽ ഒരുമിച്ച് കൂട്ടിയിരുന്നു. ശേഷം അദ്ദേഹം പറഞ്ഞു, എത്ര നല്ല ബിദ്അത്താണ്. അപ്പോൾ അവർ പറയും, നല്ല ബിദ്അത്ത് ദീനിലുള്ളത് കൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എത്ര നല്ല ബിദ്അത്താണ്. വാസ്തവമില്ല, തറാവീഹ് നിസ്കാരം ആദ്യമായി ജമാഅത്തായി നിസ്കരിച്ചത് ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പ്രവാചകന്റെ കാലഘട്ടത്തിൽ തറാവീഹ് നിസ്കാരം ജമാഅത്തായി മസ്ജിദിൽ നിർവഹിച്ചിട്ടുണ്ട്. പിന്നീട് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ഉമ്മത്തിന്റെ തറാവീഹ് നിർബന്ധമാക്കപ്പെടുമോ എന്ന ഭയത്താൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം ഉപേക്ഷിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലമായി ആളുകൾ മസ്ജിദിൽ കുറച്ചാളുകൾ ഒരു ഭാഗത്ത് നിസ്കരിക്കും, വേറെ കുറച്ചാളുകൾ ഒരു ഭാഗത്ത് നിസ്കരിക്കും. ഇങ്ങനെ കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എല്ലാവരും ഒരു ഇമാമിന്റെ കീഴിൽ നിസ്കരിക്കുക, പ്രവാചകന്റെ കാലഘട്ടത്തിൽ നിസ്കരിച്ചതുപോലെ. അതായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തത്. അതല്ലാതെ പുതിയൊരു കാര്യം ഉമർ റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നിട്ടില്ല. വേറെ ചില ആളുകൾ പറയുന്നതില്ല, റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മാ റഅൽ മുസ്ലിമൂന ഹസന ഫഹുവ ഇൻദല്ലാഹി ഹസൻ. മുസ്ലിമീങ്ങളൊക്കെ ഒരു കാര്യം നല്ലതായി മനസ്സിലാക്കിയാൽ അത് അല്ലാഹുവിന്റെ അരികിൽ നല്ലതാണ്. പ്രവാചകനെ സ്നേഹിക്കുന്നത്, മൗലിദ് ആഘോഷം നടത്തുന്നത് മുസ്ലിമീങ്ങൾ നല്ലതായി മനസ്സിലാക്കുന്നതല്ലേ, അതുകൊണ്ട് ആഘോഷിക്കാമെന്ന് പറയുന്നവർ ഇബ്നു അബ്ദുൽ ഹാദി റഹിമഹുല്ലാഹ് പറയുന്നു, ഈ ഹദീസ് ദുർബലമാണ്. റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞതായി ഈ ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി അലൈഹി വസല്ലം ചെയ്യാത്ത ഒരു കാര്യം നാം ചെയ്യാൻ പാടില്ല. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ-റിസാലയിൽ അദ്ദേഹം സക്കാത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞതായി കാണാം, ഇരുമ്പിന്റെ സക്കാത്ത് നാം എടുക്കുകയില്ല. കാരണം റസൂലുള്ളാഹി അലൈഹി വസല്ലം അങ്ങനെ എടുത്തിട്ടില്ല. ഇതാണ് സുന്നയുടെ മാർഗം. റസൂലുള്ളാഹി അലൈഹി വസല്ലം ചെയ്തോ നാം ചെയ്യരുത്, നാം ചെയ്യുക. റസൂലുള്ളാഹി അലൈഹി വസല്ലം ഉപേക്ഷിച്ചോ അതിനും സുന്നത്ത് നാം മുറുകെ പിടിക്കണം. അസ്സുന്നത്തു തർക്കിയ എന്നതിന് പറയും. പ്രവാചകൻ ഉപേക്ഷിച്ചാൽ നമ്മൾ ഉപേക്ഷിക്കുക, പ്രവാചകൻ ചെയ്താൽ നമ്മൾ ചെയ്യുക. അതായിരിക്കും ഒരു മുസ്ലിമിന്റെ നിലപാട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കിഷോറിന് മഹ്വാൻ ഒരിക്കൽ മിമ്പറിൽ നിന്ന് ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ദുആ ചെയ്യുമ്പോൾ രണ്ട് കൈകളും ഉയർത്തി, രണ്ട് കൈകളും ഖതീബ് മിമ്പറിൽ വെച്ച് ഉയർത്തി. അത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ രണ്ട് കരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു കളയട്ടെ. വലഖദ് റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ യസീദു അലാ അൻ യഖൂല ബിയദിഹി ഹകദ വഅശാറ യസ്ബഇഹു മുസബ്ബിഹ. അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി അലൈഹി വസല്ലം ഖുതുബ പറയുമ്പോൾ ഈ വിരൽ, ചൂണ്ടുവിരൽ അത് ഉയർത്തുക എന്നതിനപ്പുറം റസൂലുള്ളാഹി അലൈഹി വസല്ലം ദുആഇന്റെ വേളയിൽ ചെയ്തിരുന്നില്ല. അതുകൊണ്ട് മിമ്പറിൽ വെച്ച് ഖുതുബ പറയുന്ന ശേഷം ഖതീബ് ദുആ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഖുതുബയുടെ ഇടയിൽ ഖതീബ് ദുആ ചെയ്യുകയാണെങ്കിൽ രണ്ട് കൈകൾ ഉയർത്തുന്നത് റസൂലുള്ളാഹി അലൈഹി വസല്ലം ചെയ്തതായി ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ ചെയ്യാത്തത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാതിരിക്കുക. റസൂലുള്ളാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത് മാത്രം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുക. ഇബാദത്തിന്റെ മേഖലയിൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രമേ ചെയ്യുകയുള്ളൂ എന്നൊരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഏതൊരു അമൽ ചെയ്യുമ്പോഴും 6 കാര്യങ്ങളിൽ റസൂലുള്ളാഹി അലൈഹി വസല്ലമയോട് നാം യോജിക്കണം. 6 കാര്യങ്ങളിൽ പ്രവാചകനോട് യോജിക്കാൻ പ്രിയപ്പെട്ടവരെ നാം ശ്രമിക്കണം. ഒന്നാമത്തേത്, ഒരു ഇബാദത്തിന് ഇസ്ലാം ഒരു സമയം നിർദ്ദേശിക്കുന്നെങ്കിൽ ആ സമയത്തെ ഒരു വ്യക്തി അത് ചെയ്യാം. ളുഹറിനൊരു സമയമുണ്ട്, ജുമുഅക്കൊരു സമയം ഒരു വ്യക്തി പറയാതെ ഞാൻ ജുമുഅക്ക് നേരത്തെ നിസ്കരിക്കാം, അവർ ബിദ്അത്ത് ചെയ്തവൻ, അത് പാടില്ല. അതുപോലെ തന്നെ സ്ഥലം, റസൂലുള്ളാഹി അലൈഹി വസല്ലം ഒരു സ്ഥലം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു വ്യക്തി പോവുക എന്ന് പറയുന്നത് ബിദ്അത്താണ്. റസൂലുള്ളാഹി അലൈഹി വസല്ലം
തവാഫ് ചെയ്യുന്നത് മസ്ജിദുൽ ഹറാമിൽ കഅബയുടെ ചുറ്റുമായിരിക്കണമെന്ന് പറഞ്ഞു. തർബീയത്തിലെ കൂടുതൽ തവാഫ് ചെയ്താൽ അത് ഇബാദത്താണ്, അത് ബിദ്അത്തുകളിൽ ഉൾപ്പെടും. സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ച സ്ഥലങ്ങളിൽ നിന്ന് മാറുകാര്യപ്പെടുന്നത് പാടില്ലാത്തതാണ്. അതുകൊണ്ടാണ് മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാഹ് ഒരിക്കൽ ഒരു വ്യക്തി ഫജ്ർ നിസ്കാര ശേഷം, നിങ്ങൾ ശരിക്കും പഠിക്കണം, താബിഈ പണ്ഡിതൻ സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാഹ് ഒരിക്കൽ മസ്ജിദിലേക്ക് ഫജ്ർ നിസ്കാര ശേഷം ഒരു വ്യക്തി വന്നു. അദ്ദേഹം ധാരാളമായി നിസ്കരിക്കുകയാണ്. സൂര്യൻ ഉദിച്ച ശേഷം അദ്ദേഹം ധാരാളമായി നിസ്കരിക്കും. അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങനെ നിസ്കരിക്കാൻ പാടില്ല, ഈ സമയം നിസ്കാരത്തെ തൊട്ട് വിലക്കുണ്ട്. ആ വ്യക്തിയുടെ ചോദ്യം ഇന്ന് സാധാരണക്കാർ ചോദിക്കുന്നത് പോലെ അദ്ദേഹം ചോദിച്ചു, ഞാൻ നിസ്കരിച്ചതിന്റെ പേരിൽ അള്ളാഹുവിനെ ശിക്ഷിക്കുമോ? ഞാൻ നിസ്കരിക്കല്ല ചെയ്യുന്നത്, അതിന്റെ പേരിൽ അള്ളാഹുവിനെ ശിക്ഷിക്കുമോ? സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാഹ് പറഞ്ഞു, ബൽ യുഅദ്ദിബുക അല്ലാഹു അലാ ഖിലാഫി സുന്നah. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് എതിരെ പ്രവർത്തിക്കുന്നത് കാരണത്താൽ അള്ളാഹുവിനെ ശിക്ഷിക്കുമെന്ന് സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാഹ് പറഞ്ഞതായി മുസന്നഫ് അബ്ദുൽ റസാഖിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നല്ലത് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ സമയങ്ങളിൽ, പ്രവാചകൻ വിലക്കിയ സ്ഥലങ്ങളിൽ നിസ്കരിക്കാൻ, ഇബാദത്ത് നിർവഹിക്കാൻ ഒരു മുസ്ലിമിന് അനുവാദമില്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഇബാദത്ത് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നമ്മൾ ചെയ്യണം. ഉദഹിയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കന്നുകാലികളിൽ ഒരു ഉദഹിയത്ത് അറക്കണമെന്നാണ്. ഒരാൾ പറയാണ്, ഞാൻ കോഴി അറുക്കും, അത് ബിദ്അത്താണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിരിക്കുന്ന ഇനങ്ങളിൽ നിന്ന് പ്രവാചകനോട് യോജിക്കണം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കൊരു എണ്ണം പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് പാലിക്കുക എന്നുള്ളത് മുസ്ലിമിന്റെ ബാധ്യതയാണ്. നിസ്കാരം 4 മണിക്ക് 5 നിസ്കരിച്ചാൽ ബിദ്അത്താണ്. മഗ്രിബ് നിസ്കാരം 4 റക്അത്താക്കിയാൽ അത് ബിദ്അത്താണ്, നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എത്രയും വർദ്ധിപ്പിക്കാൻ ഇസ്ലാം നമുക്ക് അനുവാദം നൽകുന്നില്ല. അതുപോലെ ഒരു ഇബാദത്തിന്റെ രൂപം റസൂലുള്ളാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. റസൂലുള്ളാഹി അലൈഹി വസല്ലം തവാഫ് ചെയ്യുമ്പോൾ കഅബ നമ്മുടെ ഇടതുഭാഗത്താകണമെന്ന് പറഞ്ഞു. ഒരു വ്യക്തി പറയാണ്, നാളെ ഞാൻ കഅബയെ വലതുഭാഗത്താക്കുമെന്ന് പറഞ്ഞാൽ അത് ബിദ്അത്താണ്. ഇബാദത്ത് ചെയ്യേണ്ട രൂപം റസൂലുള്ളാഹി അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടുണ്ട്. ഹജ്ജാജ് റാഫീഖ് എന്ന ആളുകൾ പറയും, ഹജ്ജാജ് റാഫീഖ് നല്ല നല്ല ദിക്റുകളല്ലേ പറയുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം എന്തുകൊണ്ടാണ് ക്രോഡീകരിക്കാതിരുന്നത്? പ്രവാചകൻ എന്തുകൊണ്ടാണ് ആ ഒരു രീതിയിൽ ചെയ്യാതിരുന്നത്? അപ്പോൾ ഇബാദത്തുകൾ റസൂലുള്ളാഹി അലൈഹി വസല്ലം നിർവഹിച്ച രീതി ഏതാണോ ആ രീതി പിൻപറ്റുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ബിദ്അത്തുകളിൽ ഒരു കാരണവശാലും അകപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇന്നത്തെ ആളുകൾ എന്ന് പറയും, അവിടെ എതിർക്കേണ്ടതില്ല, എഴുതിനാഘോഷം ആഘോഷിക്കുന്നവർ ആഘോഷിച്ചുകൊള്ളട്ടെ, അതിന് പരിപാടികൾ നടത്തുന്നവർ നടത്തിക്കൊള്ളട്ടെ എന്നൊക്കെ പറയുന്ന ആളുകൾ അതൊരിക്കലും ഇസ്ലാമിന്റെ മാത്രമല്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ ദീനിൽ ഒരു പുതുതായി ഉണ്ടാക്കിയാൽ എതിർക്കപ്പെടേണ്ട കാര്യമാണ്. അത് എതിർക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭൂമിയിൽ ജീവിക്കുന്ന, അല്ലാഹു നൽകുന്ന സുഖസൗകര്യങ്ങളിൽ ജീവിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ ദീനിൽ പുതിയ കാര്യങ്ങൾ ആളുകൾ കൊണ്ടുവരുമ്പോൾ തനിക്ക് ആഗ്രഹത്തോടെ അതിനുവേണ്ടി പ്രതിരോധം തീർക്കാം. നമ്മുടെ ഉമ്മയെ ഒരാൾ ചീത്ത വിളിച്ചാൽ, നമ്മുടെ ഉമ്മയെ ഒരാൾ ചീത്ത വിളിച്ചാൽ നമ്മൾ എങ്ങനെയാണ് പ്രതിരോധം തീർക്കുക? അതിനേക്കാളും നമ്മെ ശിക്ഷിച്ച് പരിപാലിക്കുന്ന അല്ലാഹുവിന്റെ ദീനിൽ പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നവർക്കെതിരെ പ്രിയപ്പെട്ടവരെ പ്രതിരോധം തീർക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഒരു കാരണവശാലും അനാചാരത്തിന്റെ ഭാഗം ചെയ്തു പോകരുത്, ബിദ്അത്തുകളിൽ പോകരുത്. ഏതൊരു കാര്യം കൊണ്ടുവന്നാലും അല്ലാഹുവും റസൂലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദീനായിക്കൊണ്ട് ഒരു കാര്യം ചെയ്യാനുള്ള തീരുമാനം നാം സ്വീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ സുന്നത്ത് മുറയിൽ പിടിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله وكفى والصلاة والسلام على محمد المصطفى وعلى آله وصحبه وبعد. സഹോദരങ്ങളെ, ബിദ്അത്തിനെ കൊണ്ടുവരുന്ന ആളുകൾ അവർ പറയുന്ന ചില വാദങ്ങൾ ഞാൻ പറഞ്ഞു. നല്ല ബിദ്അത്തുകളുണ്ട് എന്ന് പറയുന്ന ആളുകളെ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ബിദ്അത്തുകളെ എതിർക്കേണ്ടതില്ല എന്ന് പറയുന്ന ആളുകളെ നമുക്ക് കാണാം. അതുപോലെ അങ്ങനെയാണെങ്കിൽ ഇതിന് ആരോപിക്കാൻ പാടില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന ആളുകളെ നമുക്ക് കാണുന്നുണ്ട്. അതിൽ ചില ആളുകളൊക്കെ അവർ പറയാനുള്ള കാര്യമാണ് ദീൻ മസ്ലഹത്തുൽ മുർസല അനുവദിച്ചു. അൽ മസ്ലഹത്തുൽ മുർസല ദീൻ അനുവദിച്ചിരിക്കുന്ന കാര്യമാണ്. അതിനവർ തെളിവായിട്ടെന്ന് പറയും, റസൂലുള്ളാഹി അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഖുർആൻ ക്രോഡീകരിച്ചിരുന്നില്ല. സഹാബത്തിന്റെ കാലഘട്ടത്തിലാണ് ഖുർആൻ ക്രോഡീകരിച്ചത്. അങ്ങനെയാണെങ്കിൽ അത് ബിദ്അത്താകേണ്ടത്.
നമ്മളിന്ന് കാണുന്ന യൂണിവേഴ്സിറ്റികൾ, അതുപോലെ തന്നെ മസ്ജിദുകളിലുള്ള പഠനങ്ങൾ, മദ്രസകളിലുള്ള പഠനങ്ങൾ, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ബിദ്അത്ത് എന്ന് പറയുന്നതാണ്. എന്റെ സഹോദരങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്, ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യം പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഉണ്ടാവുകയും അത് ചെയ്യാൻ പ്രത്യേകിച്ച് തടസ്സം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഇല്ലാതിരിക്കുകയും ചെയ്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിട്ടില്ല എങ്കിൽ അത് ബിദ്അത്താണ്. അതിനൊന്നും ചെയ്യുക എന്നുള്ളത് ബിദ്അത്താണ്. ഉദാഹരണം ഞാൻ പറയാം. മൈക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ചില ആളുകൾ പറയും. പ്രവാചകന്റെ കാലഘട്ടത്തിലുള്ളത് പാടില്ല, മൈക്ക് ഉപയോഗിക്കാൻ പാടില്ല. മൈക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. കാരണം ആളുകളുടെ സംസാരം എത്തണം. പക്ഷേ എന്തുകൊണ്ട് ഉപയോഗിച്ചിട്ടില്ല? അന്നതിന് തടസ്സമുണ്ട്. അന്ന് മൈക്കുന്ന സംവിധാനമില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യം പ്രവാചകന്റെ കാലഘട്ടത്തിൽ നിലനിൽക്കും. അത് ചെയ്യപ്പെട്ടതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ പ്രത്യേകിച്ച് തടസ്സമുണ്ടായിരുന്നില്ല. എന്നിട്ടും പ്രവാചകൻ ഉപേക്ഷിച്ചാൽ അതിന്റെ ശിക്ഷ എന്ന് പറയുന്നത് ബിദ്അത്താണ്. ഒരു ഉദാഹരണം മറ്റൊന്ന് പറയാം. ഈദ് നിസ്കാരത്തിന് ബാങ്ക് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഈദ് നിസ്കാരത്തിന് ബാങ്ക് കൊടുക്കാറില്ലായിരുന്നു. അന്നത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് ജനങ്ങളെ നിസ്കാര സമയം അറിയിക്കാൻ. അന്ന് ചെയ്യാൻ വരുന്ന തടസ്സമുണ്ടായിരുന്നു. ഒരു തടസ്സമില്ല. ബാക്കിയുള്ള നിസ്കാരങ്ങൾക്ക് ബാങ്ക് വിളിക്കുന്നുണ്ട്. പക്ഷേ ഈദ് നിസ്കാരത്തിന്റെ തടസ്സമില്ലാതിരുന്നിട്ടും ആവശ്യമുണ്ടായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാങ്ക് വിളിക്കാൻ അനുവദിച്ചിട്ടില്ല. എന്നൊരുവൻ ബാങ്ക് വിളിക്കണമെന്ന് പറഞ്ഞാൽ, ഈദിന് ബാങ്ക് വിളിക്കണമെന്ന് പറഞ്ഞാൽ അത് ബിദ്അത്താണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അതിന് ആവശ്യമുണ്ടായിട്ടും അതിന്റെ തടസ്സങ്ങളൊന്നും ഇല്ലാതിരുന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ ക്രോഡീകരിച്ച് നിങ്ങൾ നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഖുർആൻ ക്രോഡീകരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അന്ന് ജനങ്ങൾക്ക് ഖുർആൻ മനഃപാഠമായിരുന്നു. അധികം ആളുകൾക്ക് ഖുർആൻ അറിയാം. ഖുർആൻ കുറച്ചൊക്കെ ഓരോ ഭാഗങ്ങളിൽ എഴുതപ്പെടുമായിരുന്നു. പക്ഷേ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടമായപ്പോഴേക്ക് ഖുർആൻ പഠിച്ച സഹാബികളിൽ 70 പേർ ഒരു യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കറിനോട് പറഞ്ഞു, ഖുർആൻ പഠിച്ചവർ കൊല്ലപ്പെടുകയാണ്, ഈ ഖുർആൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയം എനിക്കുണ്ട്. അതുകൊണ്ട് ഖുർആൻ ക്രോഡീകരിക്കണം. അങ്ങനെ റളിയല്ലാഹു അൻഹുവിനോട് ഖുർആൻ ക്രോഡീകരിക്കാൻ വേണ്ടി പറഞ്ഞു. ഈ വിഷയം നാം നോക്കിയാൽ ഖുർആൻ ക്രോഡീകരിക്കേണ്ട ആവശ്യം പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നിട്ടും പ്രവാചകൻ ഒഴിവാക്കിയിരുന്നെങ്കിൽ ഖുർആൻ ക്രോഡീകരണം ബിദ്അത്താകുമായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഖുർആൻ ക്രോഡീകരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു കാലഘട്ടത്തിൽ ആവശ്യം വന്നപ്പോൾ അത് ക്രോഡീകരിക്കുക എന്ന് പറയുന്നത് ബിദ്അത്തുകളിൽപ്പെട്ടതല്ല. അതുപോലെ നാം ഇത് ഖുർആൻ തുറന്നു നോക്കിയാൽ അതിൽ പുള്ളികൾ കാണും. ബാലിന്റെ താഴെ ഒരു പുള്ളി, താഴിന് മുകളിൽ 2 പുള്ളി, താഴെ 3 പുള്ളി. ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. നാം ഇന്ന് കാണുന്ന ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അബുൽ അസ്വദ് ദുഅലിയുടെ കാലഘട്ടത്തിലാണ് ഈ രൂപത്തിൽ ഖുർആനിൽ വലിയ ഹർക്കത്തുകൾ വന്നു തുടങ്ങിയത്. അതിനുശേഷം നാം ഇന്ന് കാണുന്ന രൂപത്തിൽ ബാആണെങ്കിൽ 1 പുള്ളി, താഴെ 2 പുള്ളി എന്നുള്ള സംവിധാനമൊക്കെ ഖുർആനിന്റെ തഫ്സീറിൽ ഖുർആനിൽ വച്ചിരിക്കുന്നത് നസ്റുദ്ദീൻ ആസിഫ് അൽ-ലൈഥിയും യഹ്യ ഇബ്നു യഅ്മർ എന്ന് പറയുന്ന 2 പണ്ഡിതന്മാരാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ആവശ്യമുണ്ടായിരുന്ന കാര്യമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു അടിസ്ഥാനം നിങ്ങൾ മനസ്സിലാക്കുക. പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് തടസ്സമൊന്നും ഇല്ലാതിരുന്നിട്ടും പ്രവാചകൻ ഒരു കാര്യം ഉപേക്ഷിച്ചുവെങ്കിൽ ഇന്നൊരു വ്യക്തി അത് ചെയ്യുക എന്ന് പറയുന്നത് ബിദ്അത്താണ്. നേരത്തെ പറഞ്ഞ നബിദിനാഘോഷം ഉദാഹരണമായിട്ട് ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താ? പ്രവാചകനോടുള്ള സ്നേഹം. പ്രവാചകന്റെ കാലത്ത് കാണിക്കുന്നതായിരുന്നില്ല സഹാബികൾ കാണിക്കുന്നതായിരുന്നു. ഇന്നിവർ കാണിക്കുന്നത് പോലെ ഘോഷയാത്ര നടത്താൻ, പ്രചാരങ്ങൾ നടത്താൻ അവർക്ക് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടായിരുന്നു? ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല. പ്രവാചകനെ നമ്മേക്കാളും അവർ സ്നേഹിച്ചു. പക്ഷേ അവരതൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇന്നൊരുവൻ അത് ചെയ്യുക എന്ന് പറയുന്നത് ബിദ്അത്തായ കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദീനിൽ പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാകുന്നത്, പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നത് നാം വളരെ ഗൗരവത്തിൽ കാണുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ അത്രയും കഠിനമായ പാപമാണ് പുത്തൻ ആചാരങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത്. അതുകൊണ്ട് ജന്മദിനാഘോഷ പരിപാടികൾ നടത്തുന്നവർ അതൊരിക്കലും നടത്തരുത്. അല്ലാഹുവിന്റെ ദീനിൽ അങ്ങനെയൊന്നുമില്ല. അത് ഖൈറായിരുന്നെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ അത് ചെയ്യുന്നതിൽ മുൻപന്തിയിലുണ്ടായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം 100 വർഷങ്ങൾ വരെ ജീവിച്ചിരുന്നിട്ടും ഒരു സഹാബി പോലും അങ്ങനെ ചെയ്തതായി ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും.
സാധ്യമല്ല. ഒരു ഇമാമ് പോലും താബിഈകളിൽപ്പെട്ട ഒരു പണ്ഡിതൻ പോലും താമസം പറയുന്ന ഇമാം ശാഫിഈയോ ഇമാം അഹ്മദോ ഇമാം മാലിക്കോ ഒരാൾ പോലും പ്രിയപ്പെട്ടവരെ ആഘോഷം നടത്തിയതായി ചരിത്ര രേഖകൾ ഒരാൾക്കും കൊണ്ടുവരാൻ സാധ്യമല്ല. മറിച്ച് ചില ആവശ്യങ്ങളെല്ലാം ഖുർആനിന്റെയും സുന്നത്തിന്റെയും വാക്കുകൾക്ക് വ്യാഖ്യാനിച്ച് ചില തെളിവുകൾ കൊണ്ടുവരുന്നത് മാത്രം. അത് ഇൻഷാ അല്ലാഹ് വരുന്ന ഖുതുബയിൽ അവർ പറയുന്ന പ്രമാണങ്ങൾ അതിന്റെ മറുപടികൾ നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന് വേണ്ടി പ്രതിരോധം തീർക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മുറുകെ പിടിക്കാനും പ്രവാചകരും സ്വഹാബികളും ജീവിച്ചതുപോലെ ജീവിക്കാനും അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على محمد وعلى آله وصحبه أجمعين.